പുതുവർഷമാണ്. പഴയ വർഷത്തിലെ കണക്കുകൾ എടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ. രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും കലാപരമായും ഒക്കെ ഈ കണക്കെടുപ്പുകൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യത്യസ്തമായ കണക്കെടുപ്പ് കണ്ടത്. ഒരു കോൺഗ്രസ് അനുകൂല പ്രൊഫൈലിൽ നിന്നാണ് ആ കണക്കുകളുടെ വിവരങ്ങൾ കിട്ടിയത്. സംഭവം മറ്റൊന്നുമല്ല, 2025 നടന്ന ചാനൽ ചർച്ചകളിൽ ബിഗ് ബോസ് ആയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ആ പ്രൊഫൈൽ പറയുന്നത് അനിൽ ബോസ് ആണ് എന്നാണ്. സത്യം പറഞ്ഞാൽ ചിരി വരേണ്ടതാണ്, പക്ഷെ ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്നു എന്നേയുള്ളൂ. 2 ദിവസം മുൻപ് മറ്റത്തൂർ വിഷയത്തിൽ മീഡിയ വണ്ണിൽ ഒരു ചർച്ച നടക്കുന്നു. മറ്റത്തൂരിൽ BJPക്കൊപ്പം കൂടിയ പഞ്ചായത്ത് മെമ്പറോട് രാജീവ് ചന്ദ്രശേഖറെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച മീഡിയ വൺ TV അവതാരകൻ നിഷാദ് റാവുത്തറിനോട് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, വെറും നേതാവല്ല, കൈ നിറയെ ചരട് കെട്ടിയ നേതാവ് അനിൽ ബോസിൻ്റെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: നിഷാദ്, നിങ്ങളൊരു SDPക്കാരനായി സംസാരിക്കരുത്. നിഷാദിനെ ഈ ഫ്ലോറിലിരുന്ന് പരസ്യമായി തെറി വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. BJPയുടെ എച്ചിൽ കഷ്ണം നക്കി ഒരു പഞ്ചായത്തിൽ ജയിച്ച മൊത്തം കോൺഗ്രസുകാരും BJPയുമായി സഹകരിച്ചതിനെ ചോദ്യം ചെയ്ത മുസ്ലിം നാമധാരിയായ നിഷാദ് റാവുത്തർ പെട്ടെന്ന് SDPക്കാരനാകുന്നു. അതിനുള്ള മറുപടി അപ്പോൾ തന്നെ അഗ്രസീവായ ഭാഷയിൽ നിഷാദ് അനിൽ ബോസിന് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അനിൽ ബോസ് ആ ചർച്ചയിൽ ഇത്രത്തോളം പ്രകോപിതനാകേണ്ട കാര്യം എന്തായിരുന്നു എന്ന് നമുക്ക് തോന്നാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ആ പ്രകോപനത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അനിൽ ബോസ് ആലപ്പുഴ ജില്ലയിലെ ഒരു നിയമസഭാ സീറ്റിൽ കണ്ണുവച്ചിരുന്നു എന്നും ആ സീറ്റ് ലഭിക്കില്ല എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വാഭാവികമായും അതിനിടയിൽ കടന്നു വന്ന മറ്റത്തൂർ വിഷയം കൂടിയായപ്പോൾ അനിൽ ബോസിൻ്റെ പിടി അയഞ്ഞു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരാശനായ അനിൽ ബോസ് വിഷമവും ദേഷ്യവും എല്ലാം തീർത്തത് മീഡിയ വൺ ചർച്ചയിലൂടെ ആയിരുന്നു എന്ന് മാത്രം. ഈ ചർച്ചയിൽ നിഷാദിനെ സുഡാപ്പി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അനിൽ ബോസ് അദ്ദേഹത്തെ ആ ഒരു പേരിൽ അഭിസംബോധന ചെയ്തത്? തീർച്ചയായും നിഷാദിൻ്റെ പേര് തന്നെയായിരിക്കണം കാരണം. നിഷാദ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെയും വിമർശനം നടത്തുന്ന അവതാരകനാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ചാപ്പയടിക്ക് അദ്ദേഹം ഒരിക്കലും അർഹനാകുന്നില്ല. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് 4 സീറ്റ് അധികം കിട്ടിയാലുള്ള അവസ്ഥ കഴിഞ്ഞ ദിവസം നടന്ന മീഡിയ വൺ ചർച്ചയിലൂടെ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നുണ്ടോ? അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ 8 പേര്? ഞങ്ങളെ ആരും ഇവിടെ നിന്ന് UDF നിന്ന് പോയിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UDF സംവിധാനം അല്ലല്ലോ. പാർട്ടി എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് എന്തെങ്കിലും വീഴ്ച നിങ്ങൾ പറയുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് ആണ്, UDF ആണ്, പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പിട്ടിട്ടുണ്ടെന്നാണ്. ഈ BJP സഖ്യമുണ്ടാക്കിയ ഈ അവിഹിതക്കാരുമായിട്ട് പിന്നെയും ഒരു കോംപ്രമൈസിന് നിങ്ങൾ നിൽക്കുകയാണോ? അങ്ങ് വളരെ മോശമായ ഒരു പ്രയോഗം നടത്തുന്നതാണ് ഞാൻ കേട്ടത്. എപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് അവർ പോകും എന്നൊരു ചോദ്യം, അത് അല്പം അഹങ്കാരവും അതിര് കടന്നതുമായി പോയി എന്ന് നിഷാദിനോട് പറയാതിരിക്കാൻ കഴിയില്ല. അത് ശരിയായ നടപടിയല്ല. ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ട വേലയല്ല താങ്കൾ ചെയ്തത്. ചോദിക്കണ്ടേ, അവർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയുടെ കൂടി ഭരണകക്ഷി ഉണ്ടാക്കിയവർ പിന്നെ സ്വാഭാവികമായിട്ടും പോകേണ്ടത് മാരാർജി ഭവനിലേക്കല്ലേ, അല്ല അവർ ഇന്ദിരാ ഭവനിലേക്കാണോ? ആ ചോദ്യം ചോദിക്കണ്ടേ. അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രം എന്താ തെറ്റ്? അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഇനി മാരാർജി ഭവനാണ്. കോൺഗ്രസ് ഞാൻ നിഷാദിനെ പരസ്യമായി ചാനൽ ഇരുന്നുകൊണ്ട് ചീത്ത വിളിക്കാൻ ഇടവരുത്തരുത്. ഞാൻ പറഞ്ഞേക്കാം, പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ രാജി. BJPക്കാരുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 8 മെമ്പർമാരുടെ രാജി. അത് ചർച്ചയും അത് പരിഹരിക്കും. അല്ല, ഞങ്ങൾ ഉടനെ BJPയിലേക്ക് ഞങ്ങളുടെ 8 മെമ്പർമാരെ പറഞ്ഞു വിട്ടുവന്നോ? ആ 8 മെമ്പർമാർ BJP അല്ല അങ്ങനെയാണെങ്കിൽ ഈ 8 പേര് അവർക്ക് അല്ല ഈ 8 ഹാർഡ് കോർ കോൺഗ്രസ്സുകാരിൽ ആരും സ്ഥാനാർത്ഥിയായില്ലല്ലോ. പ്രത്യേകിച്ച് അല്ല ഇവരുടെ ഈ 8 അംഗങ്ങളിൽ ആരും ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ? ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ അനിൽ ബോസ്? നമ്മൾ കേരളത്തിലല്ലേ ഈ വിഷയം ചർച്ച ചെയ്യും. ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ 8 അംഗങ്ങളിൽ ആരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാതെ സംസാരിക്കാമെന്ന് അവതാരകനായി ആരായിട്ട് സംസാരിക്കാന്ന്? അല്ല അല്ല പറഞ്ഞുതരാം.
നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ ചോദിച്ചു, ഞാൻ ആരുമായിട്ട് സംസാരിക്കരുത്, ഞാൻ ആരുമായിട്ട് സംസാരിക്കരുതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു അവതാരകനായിട്ട് സംസാരിക്കുക, പകരം താങ്കൾ സംസാരിക്കാന്നാ പറഞ്ഞത്. SDPI അത് പറഞ്ഞേ, ഞാൻ ഉറച്ചു നിൽക്കുന്നു. SDPI ഞാൻ അത് തന്നെയാ പറഞ്ഞത്. SDPI എന്ന് പറയാനുള്ള പ്രചോദനം എന്താണ്? വേറെ എമ്പാടും പാർട്ടിയിൽ ഇവിടെ ഉണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കൂ. ഞങ്ങൾ SDPIയെയും ഞങ്ങൾ BJPയെയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായി കണ്ടുകൊണ്ട് എതിർക്കുന്നു. ആ ഒരു ശൈലിയും സമീപനവും ഞങ്ങളോട് സ്വീകരിക്കരുത്. ഈ നമ്പർ അനിൽ ബോസ് കയ്യിൽ വെച്ചാൽ മതി. അനിൽ ബോസ്, നിങ്ങൾക്ക് ഈ പറയുന്ന 8 പേരെ പിന്തുണയ്ക്കുന്നത് ഈ 8 പേര് സ്വീകരിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇരുട്ടിൽ പുൽകുന്ന സമീപനത്തിന്റെ അതേ മനോനിലയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അല്ല, ഞാൻ താങ്കളുടെ അതേ മനോനിലയാണ് മറ്റത്തൂരിലെ 8 പേർക്കുള്ളത്. താങ്കളുടെ അതേ മനോനിലയാണ് മറ്റത്തൂരിലെ 8 പേർക്കുള്ളത് കേട്ടോ. ഞാൻ അനിൽ ബോസിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടാൻ കാത്തിരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ അനിൽ ബോസിനെ എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ അനിൽ ബോസിന്റെ പാർട്ടി ഓഫീസിൽ നിന്നോ സർട്ടിഫിക്കറ്റ് അടിച്ചു കിട്ടാൻ കാത്തു നിൽക്കുന്ന ആളല്ല. പക്ഷെ അനിൽ ബോസ് ആരാണ്? അനിൽ ബോസിന്റെ അകത്ത് കിടക്കുന്നത് എന്താണ്? അപ്പുറത്തിരിക്കുന്നവന്റെ പേര് നോക്കി പാർട്ടി തെരഞ്ഞെടുത്ത് ചാപ്പ അടിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് അനിൽ ബോസിന്റെ തലയ്ക്കകത്തുള്ളത് എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ SDPI എന്ന് വിളിച്ചാൽ ഞാനും കൂടി ചൂടി പോകുന്നില്ല. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാനേ ഈ BJP സഖ്യത്തിന്റെ പേരിൽ ചോദ്യം ചോദിച്ചത് താങ്കളോടായി പോയല്ലോ എന്ന അബദ്ധം, എന്റെ അബദ്ധം. ആര് പറ്റിയ കക്ഷിയോടാണ് ഞാൻ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് എവിടെയാ ചെന്ന് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് മറ്റത്തൂരിൽ മാത്രമല്ല, കോൺഗ്രസ് പലയിടത്തും എവിടെ നിൽക്കുന്നത് മനസ്സിലായി. ശ്രീ അനിൽകുമാർ, എനിക്ക് ചാപ്പയൊന്നും നിങ്ങളുടെ പ്രശ്നമില്ലാന്ന്. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് അനിൽ ബോസ് സർട്ടിഫിക്കറ്റ് തരാത്തതിന്റെ പേരിൽ ഒരു സങ്കടം ഉറക്കക്കുറവില്ല. അല്ല, എനിക്കൊരു ഉറക്കക്കുറവില്ല അനിൽ ബോസ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞോ. നിങ്ങൾ SDPI എന്ന് വിളിച്ചാൽ എന്റെ ഉറക്കം പോകത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരാണെന്നും എന്റെ പേര് നിങ്ങൾക്ക് എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുന്നുണ്ട്. അനിൽകുമാർ, അല്ല വേണ്ട, നിങ്ങളെന്റെ താരാട്ടൊന്നും പാടുന്ന എന്റെ പേരും മതമൊക്കെ നോക്കിക്കോളൂ. BJP ബന്ധത്തിന്റെ പേരിൽ ഞാൻ ചോദ്യം ചോദിച്ച രാഷ്ട്രീയക്കാരൻ കറക്റ്റ് ഓപ്ഷനായി പോയി. ശരി, ഷനിൽകുമാർ, നിങ്ങൾ അവിടെ ഔസേപ്പിനെ, ഷനിൽകുമാർ നിങ്ങൾ അവിടെ ഔസേപ്പിനെ പർച്ചേസ് ചെയ്യുന്നു കോൺഗ്രസിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ. അപ്പൊ പിന്നെ വേറെ ഒരു പ്ലാൻ ഉണ്ടാക്കാതെ നിവൃത്തിയില്ല. പകരം പുതിയൊരു വിമതനെ തീരുമാനിക്കുന്നു. ആ വിമതനെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിൽ കുറെ BJPക്കാരും വന്ന് വോട്ട് ചെയ്തു. 3 വോട്ട് അങ്ങനെയും കിട്ടി. അതിനിപ്പോ ഇത് BJP ബന്ധം എന്നൊക്കെ എങ്ങനെ പറയുമെന്നാണ് ഈ നിഷ്കളങ്കരായ പഞ്ചായത്ത് അംഗങ്ങൾ ചോദിക്കുന്നത്. അനിൽകുമാർ, ശരി, അവർ കോൺഗ്രസ് പുറത്തു പോയല്ലോ, നിങ്ങൾ നടപടിയെടുത്തല്ലോ. നിങ്ങൾക്ക് CPM ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്കും അവിടുത്തെ നിങ്ങൾക്ക് അനിൽ ബോസ്, നിങ്ങൾക്ക് CPM ആണെങ്കിലേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് CPM-നോടെ ഉള്ള അയിത്തം. നിങ്ങൾക്ക് ദേശീയ തലം മുതൽ താഴെ വരെ നിങ്ങൾക്ക് CPM-നോടെ അയത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആജന്മ ശത്രു പിണറായി വിജയനാണ്, നിങ്ങളുടെ ശത്രു മോദിയല്ല. ശരി, ഷനിൽകുമാർ, ശരി, ഓക്കെ. ഷനിൽകുമാർ, നിങ്ങൾ അവിടെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു. അനിൽകുമാർ, അപ്പോൾ അതിനൊരു കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കി അവിടുത്തുകാർ. അത് BJP സഖ്യമായിട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ടെന്നാണ്. അല്ല, ജനവിധിയെ സ്വയം അട്ടിമറിച്ച ചരിത്രമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. ഇപ്പോഴത്തെ കർണാടക സർക്കാരിന് മുമ്പ് കർണാടകത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തതാണ്. ആ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു കാലുമാറ്റത്തിലൂടെ. ഇതുപോലെ തന്നെ ഗോവയിൽ സംഭവിച്ചു, പുതുശ്ശേരിയിൽ സംഭവിച്ചു. ത്രിപുരയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാർ കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിലേക്കും അവിടുന്ന് BJP-യിലേക്കും പോയി. ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ ഈ കൂറുമാറ്റം ഉണ്ടായി. ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടായത് എങ്ങനെയാണ്? സച്ചിൻ പൈലറ്റിൻ്റെ കളികൾ നമ്മൾ കേട്ടിട്ടില്ലേ? അമരീന്ദർ സിംഗിനെ നമുക്കറിയില്ലേ? മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ഏതാണ്ട് 100-200ഓളം ആളുകൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ. ബഹുമാനപ്പെട്ട ആന്റണിയുടെ ജന്മദിനമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആന്റണിയെ തന്നെ ആദരവോടെ അനുസ്മരിക്കുന്നു. നമ്മളൊരു ചർച്ചയാണ്, എൻ്റെ അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിൻ്റെ ശീലമാണ്. അടിമുടി
RSSനെ താരാട്ട് പാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത് കോൺഗ്രസിന്റെ ശീലമാണെന്ന് മാത്രമല്ല, RSSനെ കണ്ടുപിടിക്കണമെന്ന് ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. ശശി തരൂര് ഇത്തരം ആളുകളൊക്കെ എടുക്കുന്ന നിലപാട് നോക്കൂ. കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർവരമ്പില്ലാതെയായി. അതിപ്പോൾ നമ്മൾ യഹലങ്കയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആദിത്യനാഥിൻ്റെ ബുൾഡോസർ വന്ന് DK ശിവകുമാർ വഴി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പിണറായി സർക്കാരിനെ ഇല്ലാതെയാക്കിയാൽ ആ ബുൾഡോസർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ ഇപ്പോൾ ഉണ്ടായ കാര്യം എന്താണ്? 24 വാർഡ് അവിടെയുണ്ട്. 24 വാർഡിൽ 14 വാർഡിൽ UDF 3-ാം സ്ഥാനത്താണ്. ആലോചിച്ച് നോക്കിയേ. ഒരു വാർഡ് നൂലവല്ലി വാർഡ് കോൺഗ്രസിന് കിട്ടിയ 44 വോട്ട്. ഇനിയപ്പുറം നടിപ്പാറ വാർഡ് കോൺഗ്രസിന് കിട്ടിയ 64 വോട്ട്. ഈ കോൺഗ്രസിന് ആ പഞ്ചായത്ത് ഭരിക്കാൻ അർഹതയുണ്ടോ? 14 വാർഡുകളിൽ 3-ാം സ്ഥാനത്ത് പോയ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങൾക്ക് ആ പഞ്ചായത്ത് ഭരിക്കണം. യഥാർത്ഥത്തിൽ ഈ 14 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയത് എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJPയുമായി ധാരണയുണ്ട്. ഒരു വാർഡിലെ കണക്ക് ഞാൻ പറയാം. നൂലവല്ലി വാർഡ് BJP 768, CPIM 629, ഇന്റർനാഷണൽ കോൺഗ്രസ് 44. നോക്കിയേ എങ്ങനെയാണ് BJP ജയിപ്പിക്കുന്നത് കോൺഗ്രസ്. അതുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇനി വേണേൽ നടിപ്പാറ വാർഡ് എടുക്കാം, 64 വോട്ട് കിട്ടിയിടത്ത് CPIM 784, BJP 594. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് BJPയെ വളർത്തിയ സ്ഥലമാണത്. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ച് DCC തീരുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ വിപ്പ് കൊടുക്കണ്ടേ? ഈ 8 നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ മെമ്പർമാർക്ക് DCC വിപ്പ് കൊടുത്ത് പരസ്യപ്പെടുത്താമോ? ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുക. നിങ്ങൾ വിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവരെ അയോഗ്യരാക്കാനാവും. ഇവരുടെ പിന്നാലെ നടക്കണ്ട. BJPയുടെ കൂട്ടുകൂടി ഈ പരിപാടി ചെയ്തതിന് കോൺഗ്രസ്സുകാർ 8 പേരെ അയോഗ്യരാക്കണം. അതെന്താ സാധിക്കാത്തത്? DCC അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. DC പ്രസിഡന്റ് വിപ്പ് കൊടുത്തിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി പറഞ്ഞു BJPക്ക് തൂക്കി വിറ്റു, കൈപ്പത്തിയെ BJPക്ക് തൂക്കി വിറ്റു. നമ്മുടെ ചാനലിലൂടെ നമ്മൾ കേട്ടതാണ്. DCC ജനറൽ സെക്രട്ടറി പറഞ്ഞാണ്. ഇന്നത്തെ രാത്രിയിൽ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ കൊടുത്ത വിപ്പ് പ്രസിദ്ധീകരിക്കണം. ആ വിപ്പ് ലംഘിച്ചതിന് ഇവരെ അയോഗ്യരാക്കാൻ കേസ് കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുമോ? പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? DCC പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് ഞങ്ങളുടെ വാദം.